നിങ്ങളും ഇതുപോലെ കൊറിയയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഫ്രീ ആയിട്ട് കൊറിയയിൽ വന്ന് ഇപ്പൊ 1.5 വർഷമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാള്. അപ്പൊ നമുക്ക് നേരിട്ട് ചോദിക്കാം ആളുടെ വിശേഷങ്ങളൊക്കെ. പേരെന്താണ്? എന്റെ പേര് ആര്യ. ആര്യ എവിടെ നിന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന്. ഓക്കെ. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് 1 വർഷം കഴിയുന്നു. ഓക്കെ. അപ്പൊ ഈ 1 വർഷത്തിന് മുമ്പുള്ള കഥയിലോട്ടേക്ക് നമുക്ക് പോകാം. അതായത് കൊറിയയിലോട്ടേക്ക് വരണമെന്ന് മുമ്പ് ആഗ്രഹിച്ചതാണോ അല്ല വിധി അങ്ങനെ ആക്കിയതാണോ? അങ്ങനെയല്ല, കൊറിയ അല്ലെങ്കിൽ വേറൊരു രാജ്യം, അങ്ങനെ പുറത്തു പോകാനുള്ള രാജ്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിനിടയിൽ വന്നു പെട്ടതാണ് കൊറിയ. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കൊറിയയിൽ എങ്ങനെയാ വരിക, കൊറിയയിൽ എങ്ങനെ വന്ന് പഠിക്കാം. അപ്പൊ ആര്യ കൊറിയയിൽ വരുന്നതിന് മുമ്പ് നാട്ടിൽ എന്ത് ചെയ്യായിരുന്നു? നാട്ടില് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ബാച്ചിലർ ഡിഗ്രി ബികോം കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്യാം. പുറത്തു പോയി ഏതെങ്കിലും ഒരു രാജ്യം, എല്ലാവരും ജർമ്മനി, ലണ്ടൻ, അങ്ങനെ യൂറോപ്പിലോട്ടേക്കാണ് കൂടുതൽ നോക്കുന്നത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് കൊറിയ വന്നു. എങ്ങനെയെങ്കിലും ഒരു കൊറിയയിൽ വന്ന് പെടണം അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറെ സെർച്ച് ചെയ്തു. യൂട്യൂബ് ആണല്ലോ നമുക്ക് ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെർച്ച് ചെയ്തപ്പോൾ എല്ലാം രാജ്യങ്ങളും ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റുന്ന രാജ്യങ്ങളായിരുന്നു. അങ്ങനെ അതിനർത്ഥം ഭാര്യ പറയുന്നു നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലി ഒരു ബാക്കപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയയിലോട്ടേക്ക് വരാൻ പറ്റും. കൊറിയയിലോട്ടേക്ക് വരാൻ നേരത്തെ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ അതിനെന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സർവീസ് ചാർജോ അല്ലെങ്കിൽ എൻട്രൻസിൽ എന്തെങ്കിലും ഒരു പൈസ ചെലവായോ? ഒരു രൂപ പോലും ഞാൻ കൊടുക്കാതെയാണ് വെബ്സൈറ്റിൽ കയറുന്നതും അതിന്റെ ഫോം ഫില്ല് ചെയ്യുന്നതും എല്ലാം. ഓക്കെ. അപ്പൊ അതിൽ എന്തൊക്കെയാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്ത് കോഴ്സ് കഴിഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം വരും ഒരു ബികോം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഓരോ ബികോം കഴിഞ്ഞ ആൾക്കാർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പൊ മുഴുവനായിട്ട് കാണാം, നമുക്ക് മുന്നോട്ട് പോകാം, കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? ആ വെബ്സൈറ്റ് കയറി അതിൽ ഫോം എല്ലാം ഫില്ല് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ അതിന് അപ്ലൈ ചെയ്യുന്നത്. ഏത് സ്കോളർഷിപ്പ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതെന്ന് പറയുന്നത് ഈ GK സ്കോളർഷിപ്പിന് മാത്രമുള്ള വെബ്സൈറ്റ് ആണ്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊറിയൻ ലാംഗ്വേജ് ലെവൽ 1, 2, 3, 4, 5 അങ്ങനെ ഓരോ ലാംഗ്വേജിന്റെ ഓരോ ലെവൽ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ലെവലും നിങ്ങളോട് ചോദിച്ചില്ല? അതിന്റെ എക്സാമിനേഷൻ പാസ്സായോ, ആ കാര്യങ്ങളൊന്നും ചോദിച്ചു? അതുണ്ട്. അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പൊ കൊറിയൻ ലെവല് പാസ്സായിട്ട് ഇതിന് അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ എനിക്ക് വിത്തൗട്ട് ഒരു ലാംഗ്വേജ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്തത്. അത്യാവശ്യം പൊടിക്കൈ ലാംഗ്വേജ് മാത്രം പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്തത്. അപ്പൊ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടോപ്പിക് പാസ്സായി വന്നവരാണ്. എന്റെ കൂടെ വന്ന കുട്ടികൾ പലരും, അവര് എല്ലാവരും ഇതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. പക്ഷെ എന്താണെന്നറിയില്ല, എന്റെ ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ് കൊണ്ടാണോ അറിയില്ല, പക്ഷെ എനിക്കിത് പാസ്സാവാൻ പറ്റി. കാരണം ഇതിൽ ഉണ്ട് IELTS ടോപ്പിക് എല്ലാം സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇത് കിട്ടും, ഈ സ്കോളർഷിപ്പ് കിട്ടും. അതൊരു റിക്വയർഡ് ഡോക്യുമെന്റ് ആണ്, പക്ഷെ കമ്പൽസറി അല്ല. എത്രമാത്രം പെർഫോമൻസ് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുക. ഇത് ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ആയെങ്കിൽ നമുക്ക് മെയിൽ വരും, നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്, നേരെ വിസ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം അവർ അയച്ചു തരും. എന്നിട്ട് പറയും ഇതിൽ വിസ സ്റ്റാർട്ട് ചെയ്തു. ഒരു കാരണവശാലും നമ്മൾ വേറൊരിടത്ത് പോയി വേറൊരു സൈറ്റിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഓൺലൈനിലൂടെയുള്ള ഇന്റർവ്യൂ. അത് വീഡിയോ കോൾ ആണോ? അതെ, വീഡിയോ കോളാണ്. വീഡിയോ കോളില് അപ്പം അവർ 5 പേര് അല്ലെ, അതിന്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസേഴ്സ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതെ, അത് ചോദിക്കുന്നത് ഇപ്പോ കൺഫേം ചെയ്യാനായിട്ട് നമ്മുടെ പേര് ചോദിക്കും, എന്താണ് പഠിച്ചതെന്ന് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ കൊറിയ ചൂസ് ചെയ്തു എന്ന് ചോദിക്കും. അപ്പം BTS ഇഷ്ടമാണ്, K-drama ഇഷ്ടമാണ് അങ്ങനെ പറയുന്നതൊന്നും ഇതിന്റെ ഒരു ഫാക്ട് അല്ലല്ലോ അല്ലെ? അതെ, അത് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അവര് നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് K-pop, കൊറിയൻ അത് ഇഷ്ടമാണ്, കൾച്ചർ ഇഷ്ടമാണ്, അതൊന്നും അല്ല അവർ ആഗ്രഹിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ ഇതാണ് വില്ലിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണ്, അതാണ് അവരുടെ ആൻസർ. നിങ്ങളുടെ ഡ്രീം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കുക, പലരും പറയുന്നതാണ് K-drama, K-pop ഇവരൊക്കെ കാണണം, കൊറിയൻ ഫുഡ് ഇഷ്ടപ്പെടണം, കൊറിയൻ കൾച്ചർ ഇഷ്ടപ്പെടണം, അങ്ങനെയാണ്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ പറയാം. ആര്യ ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ടിപ്സ് ഉണ്ടാവുമല്ലോ ആര്യയുടെ, അപ്പം അതൊന്ന് ഷെയർ ചെയ്യാമോ? അതെന്ന് പറയുമ്പോൾ നമ്മള് നേരത്തെ എന്താണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത കുറെ വീഡിയോസ് ആണല്ലോ, അപ്പൊ അതിൽ നിന്ന് കുറെയൊക്കെ ഞാൻ ലേൺ ചെയ്തായിരുന്നു. കാരണം ലൈക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേരൊക്കെ അവരെ കൊറിയനിൽ ഗ്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് അവർ വലിയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ അന്യാസയോ ചെയ്യും ആര്യ മിതാന്ന്, അങ്ങനെ എന്റെ പേര് ആര്യ, ഞാൻ ഇങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ കൊറിയനിൽ പറയുമ്പോൾ അവർ കൊറിയൻ അറിയാമോ, കൊറിയൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ, അപ്പോ ഇങ്ങനെ ഇത്ര 6 മാസം കൊറിയൻ പഠിക്കാൻ 6 മാസം ടൈം തരും ഇവർ സ്കോളർഷിപ്പ് കിട്ടിയാൽ. അപ്പോൾ അതിനുള്ളിൽ പഠിച്ചെടുക്കാൻ കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് അവർ ഇങ്ങോട്ട് തന്നെ പറയും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പം ആര്യ ഇവിടെ ഇപ്പൊ വന്നിട്ട് കൊറിയൻ ലാംഗ്വേജ് പഠിച്ചു അതെ.
കുറച്ചൊക്കെ അതായത് ഹങ്കുമാറായോ? അതെ, നമ്മളൊക്കെ പറയും ചുക്കും ചുക്കുമാറായോ, കുറച്ച് അറിയാം. പക്ഷെ ആര്യ നന്നായിട്ട് കൊറിയ സംസാരിക്കും. നന്നായിട്ടെന്ന് പറയുമ്പോ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കൊറിയൻ. അപ്പൊ ഞാനൊരു സജഷൻ പറയട്ടെ. അതെ, ആര്യക്ക്, അതായത് ഇപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ആര്യ എന്തായാലും കൂടുതൽ ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന അറിയാം. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ആര്യ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, കൊറിയ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം, ഇതിലേക്ക് വരാം എങ്ങനെയെന്നൊക്കെ. ചെറിയ ചാനൽ ഉണ്ട്, എന്നാലും അതിൽ ഞാൻ ഷോർട്സ്, അതായത് ഡെയിലി ലൈഫ്, അതൊക്കെ ഷോർട്സ് ആയിട്ട് മാത്രം ഇടുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്. കൊള്ളാം. അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ ഇതിപ്പോ ഇതേപോലെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യാന്നുള്ള ചെറിയ 1 മിനിറ്റിന്റെ വീഡിയോ ആയാലും മതി. അപ്പൊ ഞാൻ ആ ആര്യയുടെ ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും കൂടി ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾ കൂടുതൽ അതിലൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. പറയൂ ആര്യ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, എന്തുകൊണ്ട് കൊറിയ ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നല്ല ഇന്റലിജന്റ് ആയ ഒരു ആൻസർ കൊടുക്കാൻ എന്താണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അവർ കെ-പോപ്പിനെ കുറിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആൻസർ നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റഡി പ്ലാൻ, അതായത് കൊറിയയിൽ വന്ന് കൊറിയൻ പഠിച്ചു കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തൊക്കെ പ്ലാൻ ആയിരിക്കും നിങ്ങൾ വച്ചിട്ടുള്ളത്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. കൺവിൻസ് ആയിരിക്കണം. കാരണം ഞാൻ വച്ചെന്ന് പറയുന്നത് ഇന്ത്യയും കൊറിയയും തമ്മിൽ ഒരു കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊറിയ ചൂസ് ചെയ്തതെന്നാണ് ഞാൻ എന്റെ ആൻസർ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷമാണല്ലോ ആര്യ ഇത് പറയുന്നത്. അതെ അതെ. അപ്പം ബിസിനസ് എന്ന് പറയുമ്പോൾ അപ്പം ആര്യ കോഴ്സ് ചൂസ് ചെയ്തത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അത് നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ആര്യ എന്ത് കോഴ്സാണ് ചൂസ് ചെയ്തത്? ഞാൻ MBA ആണ് ചൂസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് ബിസിനസിന്റെ ആ ഒരു രീതിയിലേക്ക് തന്നെ നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്യണം, ഇന്ത്യയും കൊറിയയുമായിട്ട് കൊളാബ് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഐഡിയ, നല്ലൊരു ഐഡിയ. അപ്പൊ നിങ്ങൾ ഇതേപോലെ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് അവസാനം ബിസിനസ് ചെയ്യണമെന്ന് പറയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, പറയൂ. അത് കഴിഞ്ഞ് എന്താ പറയാ, അവര് നമ്മുടെ പ്ലാനിൽ കൺവിൻസ് ആണെങ്കിൽ നമ്മളെ തീർച്ചയായും അവർ സെലക്ട് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ ബിസിനസ് എന്ന് പറയുന്നത് ഫുഡ് റിലേറ്റഡ്, അതായത് കൊറിയൻ ഫുഡും നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് നല്ല സ്പൈസി, നമുക്കുള്ള എന്താണ് പറയാ, നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് നമുക്കൊരു വികാരം തന്നെയാണ്. അതുപോലെ കൊറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ കൊറിയൻസിനും ഒരു വികാരം. അവർ പറയുന്നത് അവരുടെ ഫുഡ് സ്പൈസി, അവരുടെ ഫുഡാണ് നല്ല സ്പൈസി. അപ്പോൾ അത് രണ്ടും കൊളാബറേറ്റ് ചെയ്ത് ഒരു ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫുഡ് വെച്ചിട്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. കാരണം അങ്ങനെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ എന്റെ പ്രൊഫസർ ആഗ്രഹിച്ചു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞ് ആര്യായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നതിന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സ്കോളർഷിപ്പിൽ റെക്കമെൻഡ് ചെയ്യും ആര്യ ഒരു കാൻഡിഡേറ്റ് ആയിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആര്യ ആ ഒരു ആൻസറും കൂടി കൊടുത്തപ്പോൾ അവര് 100% ഉറപ്പിച്ചു ആര്യ എന്തായാലും കൊറിയയിൽ വരും അല്ലെ. ഫൈനലി ഇപ്പം നമ്മുടെ വീഡിയോയുടെ മുന്നിലേക്കും എത്തി. ഓക്കെ, അപ്പം ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്, നമുക്ക് ചോദിക്കാം. കൊറിയയിലോട്ട് വരാൻ സെലക്ട് ചെയ്തു. ആ ഇന്റർവ്യൂവിന് ശേഷം പിന്നെ അവരുടെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് എന്താണ്? അതാണ് ആഫ്റ്റർ സെലക്ഷൻ നമ്മളോട് എന്താണ് ചോദിച്ചത്? ആഫ്റ്റർ സെലക്ഷൻ നമ്മൾ പറയുന്നത് അവർ മെയിൽ അയക്കുമല്ലോ, നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ വിസയ്ക്ക് അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും നല്ല ഓപ്ഷൻ, അതായത് നമ്മളെ നാട്ടിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ VFS ഗ്ലോബൽ എന്ന് പറയുന്നത്. ഞാൻ VFS ഗ്ലോബൽ ചെന്നൈയിലാണ് ഇത് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഏറ്റവും അടുത്തുള്ളത് എന്തായാലും ചെന്നൈ തന്നെയാണ്. അതെ അതെ, ചെന്നൈയിൽ അപ്ലൈ ചെയ്യുക. അതൊരു 2 വീക്സിനുള്ളിൽ അത് റെഡിയാവും. കാരണം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ആലോചിക്കുന്നതിനേക്കാളും നല്ലൊരു അതിന് മുകളിലാണ് ഈ GKSന്റെ പവർ എന്ന് പറയുന്നത്. GK സ്കോളർഷിപ്പിന്റെ ഒരു ചെറിയ ലോഗോ ഉണ്ട്. ആ ലോഗോ നമ്മൾ പ്രിന്റ് ഔട്ട് ചെയ്ത് ഈ ഓൺലൈൻ വിസയുടെ പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ഫോം, അതിന്റെ മുകളിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ക്യൂ എല്ലാം സടപടയെന്നെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ GKSന്റെ ഈ സ്റ്റിക്കർ നമുക്കത് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ, അല്ല അവരത് മെയിൽ ചെയ്ത് തരുന്നതാണോ? അതെ, അവർ മെയിൽ ചെയ്ത് തരാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ അവരുടെ സ്കോളറായി, അതായത് നമ്മളെ അവര് എന്താ സ്പോൺസർ ചെയ്യുകയാണ് നമ്മൾ ഗവൺമെന്റ്. അപ്പോൾ അവരത് ലോഗോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം നമുക്ക് മെയിൽ ചെയ്ത് തരും. നമ്മളത് ഒരു ചെറിയ പ്രിന്റ് ഔട്ട്, അതായത് നമ്മളെ പ്രിന്റ് ഔട്ട് കടയില്ലേ, അക്ഷയ സെന്റർ, അങ്ങനെ എവിടെയെങ്കിലും പോയി നമ്മൾ മെയിൽ പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് അത് ഒട്ടിക്കുക ഫോമിൽ. ഈ ഫോമിൽ ഒട്ടിക്കുക, വിസ അപ്ലിക്കേഷൻ ഫോം അല്ലെ. അതിന്റെ മുകളിൽ നമ്മൾ ഈ സാധനം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാതെ അല്ലെ, ഒരു VVIP ഇതില് നമുക്ക് നേരെ പോകാം. അതാണ് കൊറിയയുടെ അല്ലെങ്കിൽ GKSന്റെ ആ ഒരു പവർ. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊറിയൻ ലാംഗ്വേജ്, കാരണം ഓരോ കോഴ്സിനും കൊറിയൻ ലാംഗ്വേജ് ലെവൽ 1, 2, 3, 4, 5 അങ്ങനെ ഓരോ ലാംഗ്വേജിന്റെ ഓരോ ലെവൽ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ലെവലും നിങ്ങളോട് ചോദിച്ചില്ല.